സാധാരണ രാവിലെ നമ്മൾ പരസ്പരം കണ്ടാൽ എന്താ പറയണ്ടേ? ഗുഡ് മോർണിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാവോ? നല്ല രാവിലെ. എന്താ അർത്ഥം? ചോദ്യം, നിങ്ങൾക്കാണോ ഈ രാവിലെ നല്ലത്, എനിക്കാണോ നല്ലത്? എനിക്ക് നല്ലതല്ല. നിങ്ങളെ കൊണ്ടത് നല്ലതാക്കി തരാൻ പറ്റത്തുമില്ല. പിന്നെ എന്തിനാ എന്നോട് ഗുഡ് മോർണിംഗ് പറയുന്നത്? ഞാൻ പറയില്ല. ഒരു മരിച്ച വീട്ടിൽ ചെന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ചിലപ്പോൾ മരിച്ച ആളുടെ മക്കൾ ചെരുപ്പുരി തല്ലും. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന് ബാഡ് മോർണിംഗ് എന്ന് പറയണം. അതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തി. ഞാൻ പല രാജ്യങ്ങളിൽ സന്ദർശിച്ച് കേട്ട ഒരു വാക്ക് എനിക്കിഷ്ടപ്പെട്ടതാണ്. അത് പീസ് ബി വിത്ത് യു. അതിന് മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം സംഭവിക്കട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന അർത്ഥം. ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ കണ്ടാൽ എന്താ ആദ്യം പറയാറ്? ഒന്ന് പറഞ്ഞേ. നിങ്ങളെല്ലാം മുസ്ലിങ്ങളായിക്കൊള്ളണമെന്നില്ല, എന്നിട്ടും നിങ്ങളിത് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കിതറിയാം. അർത്ഥം പറയട്ടെ. സമാധാനം നിങ്ങൾക്ക്. സലാം സമാധാനം, അലൈക്കും നിങ്ങൾക്ക്. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. അതിനെന്താ തെറ്റ്? അത് അറബി പറയുന്നതാ, മുസ്ലിങ്ങൾ പറയുന്നതാ. ദേ ഒരു ചേട്ടൻ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു, നീ മുസ്ലിം ആയിരിക്കും അതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. പോട്ടെ, ഞാൻ ഇന്ത്യക്കാരനാ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. ഒരു ഹിന്ദു വേറൊരു ഹിന്ദുവിനെ കണ്ട എന്താ പറയണ്ടേ? എന്തേ, നിനക്കൊന്നും പറയാൻ അറിയത്തില്ലേ? ഒന്ന് പറഞ്ഞ എന്താ പറയണ്ടേ? നമസ്കാരം എന്ന് പറയണം. നിങ്ങളോട് ആരാ ഇത് പഠിപ്പിച്ചേ? പഠിച്ചതാണ്. അവിടെയാ തെറ്റ്. സ്വന്തം പഠിക്കരുത്, പഠിപ്പിക്കാൻ ഗുരു വേണം. ഗൗതം ബുദ്ധൻ, മഹാവീര, ഗുരുനാനാക്ക്, ഷിരിഡി, ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരായി ജനിച്ച ദൈവങ്ങളും ദേവതകളും, എന്തിനേറെ നമ്മൾ പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും വേദാന്തവും പഠിക്കുമ്പോഴും മനസ്സിലാവുന്നൊരു കാര്യം, ഒരു ഹിന്ദു വേറൊരു ഹിന്ദുവിനെ കണ്ടാൽ പറയേണ്ടത് എന്നാന്നറിയോ? ഓം ശാന്തിഹി. എന്താ പറയേണ്ടത്? അത് പറയാൻ അറിയത്തില്ലെന്നേ, ആരും പഠിപ്പിച്ചും കൊടുത്തിട്ടില്ല. വല്ല സന്യാസികളും ചിലപ്പോൾ ഓം ശാന്തി എന്ന് പറയും, അതിൻ്റെ അപ്പുറത്ത് ആരും പറയില്ല. എന്താ ഇതിനർത്ഥം? ദൈവത്തിൻ്റെ സമാധാനം നിനക്കുണ്ടാവട്ടെ എന്നാ ഓം ശാന്തിഹി. അപ്പം നിന്റെ തെറ്റ് തീർന്നല്ലോ. ഞാൻ മുസ്ലിം ആയതുകൊണ്ട് അസ്സലാമു അലൈക്കും പഠിപ്പിച്ചെന്ന് വിചാരിച്ച്, ഇപ്പം ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഓം ശാന്തി പഠിപ്പിച്ച. അപ്പം എന്താ, ചില നസ്രാനികൾ വിചാരിക്കും ഇവരുണ്ടോ ഹിന്ദുവിനെയും മുസ്ലിമിനെയും മാത്രം പറയുന്നത്, എന്നെക്കുറിച്ചൊന്നും പറയാത്ത എന്താന്ന്. ഒരു നസ്രാനി വേറൊരു നസ്രാനിയെ കണ്ടാൽ എന്താ പറയണ്ടേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ബൈബിൾ മൊത്തം വായിച്ചിട്ടുണ്ടോ? ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചിട്ടുണ്ട്. ഒരൊറ്റ പുസ്തകത്തിൽ ഒരൊറ്റ അധ്യായത്തിൽ നീ വേറൊരുത്തനെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് കുസ്തി എന്ന് പറയാൻ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരാ പഠിപ്പിച്ചേ? ചേട്ടൻ പറഞ്ഞല്ലോ പഠിച്ചതാ. പഠിപ്പിച്ചൊന്നുമില്ല, പഠിച്ചതാണ്. പക്ഷെ ഞാൻ ബൈബിളിൽ നിന്ന് പഠിച്ചതും എന്നെ ദൈവം പഠിപ്പിച്ചതും എന്നാന്നറിയോ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശിഷ്യനെ കണ്ടപ്പോൾ പറഞ്ഞു നിനക്ക് സമാധാനം. എന്താ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് അല്ല. ദൈവം സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ശിഷ്യരോട് പറഞ്ഞു എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അവരെ പ്രസംഗിക്കാൻ പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ഏത് വീട്ടിൽ കയറിയാലും പറയണം ഈ വീട്ടിന് സമാധാനം എന്ന്. ഞാൻ പറഞ്ഞൊന്നുമല്ല കേട്ടോ, ബൈബിളിലുള്ളതാ. അത് കൊള്ളാം. അപ്പം മുസ്ലിം പറഞ്ഞതും ഒന്ന്, ഹിന്ദു പറഞ്ഞതും ഒന്ന്, ക്രിസ്ത്യൻ പറഞ്ഞതും ഒന്ന്. ഇനി യഹൂദൻ പറഞ്ഞത് എന്താന്ന് കേൾക്കണോ? ഷലോം ലഹം, നിനക്ക് സമാധാനം. ഇപ്പോഴും യഹൂദന്മാരുടെ ഗ്രീറ്റിംഗാ. ഇസ്രായേലിലൊക്കെ ചെന്ന് നിങ്ങൾ വല്ല യഹൂദനെയും കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ അവൻ ഷെയ്ക്കാൻ എന്നിട്ട് വലിച്ചു പിടിച്ചൊരു ഹഗ് ചെയ്തിട്ട് പറയും ഷലോം ലഹം. അവൻ പറയുന്ന ഡയലോഗ് അത്. കാണിച്ചുതരാം, ചട്നി വന്ന് ഞാൻ കാണിച്ചുതരാം അവൻ എങ്ങനെയാ പറയാന്ന്. അവൻ ഇങ്ങനെ ഷെയ്ക്കാൻ്റെ തരും, എന്നിട്ട് ഒറ്റ വലി വലിച്ചിട്ട് ഏയ് ഷലോം ലഹം. പിടികിട്ടിയാ? ഇതാണ് ഇപ്പോഴും അവൻ ചെയ്യുക. പേടിയാവും. എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പേടിച്ചു. കാര്യം ഒരു ആജാന് വാങ്ങും എന്നെ പിടിച്ച ഒറ്റ വലി ഷലോം ലഹം, നിനക്ക് സമാധാനം എന്ന്. ഓക്കെ. ഗോവയിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഗോവയിലുള്ളവരൊക്കെ കിസ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്? കണ്ടു കഴിഞ്ഞാൽ മോർണിംഗ് വന്ന വിട്ടാ കേട്ടോ. ഇപ്പം നമ്മൾ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഗോവയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഷെയ്ക്കാൻ എന്നിട്ട് ഇങ്ങനൊരു പരിപാടി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ഷലോം ലഹം. അത് ഹിന്ദുവിനെന്നോ ക്രിസ്ത്യാനിക്കെന്നോ മുസ്ലിമിനൊന്നോ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്കൊക്കെ വേണ്ടത് സമാധാനമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുറച്ച് കാശ് മതിയോ അല്ല സമാധാനം വേണോ? വേണം. നിങ്ങൾക്ക് കുറച്ച് വിദ്യാഭ്യാസം മതിയോ സമാധാനം വേണോ? അതാ പറഞ്ഞേ. ഇതെല്ലാം കിട്ടിയിട്ട് സമാധാനം ഇല്ല, എന്താ കാര്യം? നിങ്ങളോട് ഞാൻ ഗുഡ് മോർണിംഗ് പറയണോ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കണോ? അത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെമ്മന്നൂർ അത് ആശംസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും അതൊന്ന് ആശംസിച്ച് നിങ്ങളുടെ വലത്തും ഇടത്തും മുന്നിലും പിന്നിലുള്ളവർക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്ത് മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് നിങ്ങൾക്ക് സമാധാനം എന്നൊന്ന് പറയാവോ? പെട്ടെന്ന് പറഞ്ഞ എല്ലാവരും പെട്ടെന്ന് ഷെയ്ക്കാൻ്റെ കൊടുത്തോ.
എന്നെ നിങ്ങളൊരു അന്യനായി കണ്ടോ? ഞാനും ചെമ്മന്നൂർ കുടുംബത്തിലെ ഒരാളാണ്. എന്നോടും കൂടെ ഒന്ന് പറയാവോ? നിങ്ങൾക്ക് സമാധാനം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, സന്തോഷം. ഇത് ഞാൻ ആ പറഞ്ഞതൊന്ന് പെട്ടെന്ന് ഇവിടെ കാണിക്കുകയാണ്, അത്രേ ഉള്ളൂ. സമയക്കുറവുണ്ട്, ഞാനത് വ്യാഖ്യാനിച്ച് പോകാൻ പറ്റില്ല. ഇവിടെ ഇന്ത്യയിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ധർമ്മ. കുറച്ച് ഉറക്കെ ഒന്ന് പറയാവോ? കുറച്ചും കൂടെ ഉറക്കെ പറയാവോ? അതിനർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഒരു സാധനത്തിന്റെ സ്വഭാവം. ധർമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? ഒരു സാധനത്തിന്റെ. അപ്പൊ ഞാൻ ചോദിക്കുക, ഇവിടെ കാണിക്കുകയാണ് നിങ്ങൾക്ക്. പച്ചമുളകിന്റെ സ്വഭാവം എന്താ? പുളിയുടെ സ്വഭാവം എന്താ? പഞ്ചസാരയുടെ സ്വഭാവം എന്താ? അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ സ്വഭാവം എന്താ? അത് ശരി, പഞ്ചസാരക്ക് സ്വഭാവമുണ്ട്, പുളിക്ക് സ്വഭാവമുണ്ട്, മുളകിന് സ്വഭാവമുണ്ട്, ചേച്ചിക്ക് സ്വഭാവമില്ല. എന്താ സ്വഭാവം? അയ്യോ, സ്നേഹം. എന്റെ അമ്മേ, മദർ തെരേസ തോറ്റുപോവേ. ചേട്ടന്റെ സ്വഭാവം എന്താ? ദേഷ്യം. ചേട്ടന്റെ ഭാര്യമല്ല ആണ് ദേഷ്യം എന്ന് പറയുന്നത്. ചുമ്മാ ദേഷ്യം എന്ന് പറയുന്നത്. എന്താ ചേട്ടന്റെ സ്വഭാവം? അതാണ് ചേട്ടൻ പറഞ്ഞ കറക്റ്റ്. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം കൂടി ഒരു സാധനം, മിക്സർ സ്വഭാവം അല്ലേ? എന്നാ ഈ പറഞ്ഞതൊക്കെ തെറ്റാ. ശരിക്കും ജന്മന ഒരു മനുഷ്യന്റെ സ്വഭാവം എന്താന്ന് ചോദിച്ച പേര് പറയട്ടെ, സമാധാനം. ഒന്നുറക്കെ പറയാവോ? ഇന്ന് ജനിച്ച കുഞ്ഞിന് സമാധാനം വേണോ? സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് സമാധാനം വേണോ? പഠിക്കുന്ന പിള്ളേർക്ക് സമാധാനം വേണോ? കല്യാണം കഴിച്ചവർക്ക് സമാധാനം വേണോ? വയസ്സന്മാർക്ക് സമാധാനം വേണോ? കള്ളു കുടിക്കുന്നവൻ എന്തിനാ കുടിക്കണേ? ആഹാ. പെണ്ണു കുടിക്കുന്നവനോ? സമാധാനത്തിന്. കക്കാൻ പോകുന്നവനോ? സമാധാനത്തിന്. കാശുണ്ടാക്കുന്നവനോ? സമാധാനത്തിന്. ചെമ്മന്നൂരിൽ വന്നതോ? സമാധാനത്തിന്. അത് തന്നെ പ്രശ്നം. പള്ളി പോകുന്ന എന്തിനാ? അമ്പലത്തിൽ പോകുന്ന എന്തിനാ? ധ്യാനിക്കുന്ന എന്തിനാ? അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള സാധനത്തിന്റെ പേര് പറ. അതാണ് ചെമ്മന്നൂർ ഇവിടെ പഠിപ്പിക്കുക. അതെങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ആദ്യത്തെ ക്ലാസ്സിൽ വരിക. തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് ഒരു ഹലോ പറയും. ഒന്ന് പറഞ്ഞ് എന്താ പറയാ? അപ്പൊ നിങ്ങളൊക്കെ കൂടെ ഒരു ഹായ് തിരിച്ചു പറയണം. കുറച്ച് ഉറക്കെ പറഞ്ഞ് എന്താ പറയണ്ടേ? ഓക്കെ, എല്ലാരും കൂടെ ഹലോ. അയ്യോ, ചിലവന്മാരെന്തോ മഞ്ഞപ്പത്തി പിടിച്ചോളൂ. കുറച്ച് ഉറക്കെ ഹലോ. നിങ്ങളെ ഹലോ പറയുന്നില്ല, പറയിപ്പിക്കാനുള്ള വിദ്യ എനിക്കറിയാം. ഇവിടെ കാണുന്നുണ്ടോ കുറെ ബോക്സുകൾ? പലതരം ഗിഫ്റ്റുകളാണ് ആ ബോക്സിൽ കിടക്കുന്നത്. ഈ ക്ലാസ്സിൽ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്നവർക്ക് ഗിഫ്റ്റുകൾ വരും. ചിലപ്പോൾ അതിനകത്ത് സ്വർണം വരെ കണ്ടെന്ന് വരും. കാര്യം അപ്പൊ ഞാൻ ഹലോ പറഞ്ഞോളാന്ന്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേ. ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ക്ലാസ്സിലെ ഒരു മെയിലിനും ഫീമെയിലിനും ആദ്യം ഗിഫ്റ്റ് വരും. അപ്പൊ അത് ഇതിനൊക്കെ ഈ ഹലോയ്ക്കൊക്കെ അതിന് മാർക്കുണ്ടെന്നുള്ളതാണ് കേട്ടോ. ഒന്ന് ഉറക്കെ പറയാവോ? ഹലോ. എന്നിട്ടും വേണ്ട ഗിഫ്റ്റ്. പോട്ടെ, ഹലോയുടെ അർത്ഥമാണ്. പക്ഷെ ഇന്നിപ്പോൾ അതൊക്കെ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വേറൊരു കാര്യവും നടക്കില്ല. ഞാനത് കട്ട് ചെയ്തു. ഞാൻ എന്നെ ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാനൊരു സൈക്കോ സ്പിരിച്വൽ കൗൺസിലറാണ്. എന്തുട്ടാ പറഞ്ഞേ? സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രം, സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ആധ്യാത്മികത. അപ്പൊ ആധ്യാത്മികതയും മനഃശാസ്ത്രവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സൈക്കോളജി, ഒരു കൗൺസിലറാണ്. അതിനുവേണ്ടി ഞാൻ ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം, സിഖ് മതം, ടാവോയിസം, കൺഫ്യൂഷനിസം, ഷിൻഡോയിസം, സൊറോസ്ട്രിനിസം, യഹൂദമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, മാവോയിസം, മോട്ടീസം, ഇന്ന് ഇന്ത്യയിൽ എന്നല്ല ലോകത്തിലുള്ള എല്ലാ മതങ്ങളെക്കുറിച്ച് ഒന്ന് ഓടിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണവേദം, പുരാണം, ഇതിഹാസം, തൽമൂദ്, ഉപാംഗ, ത്രിപിതക, ആഭിധമ പിതക, ഉപനിഷത്ത്, ബൈബിൾ, ഇങ്ങനെ ഇന്ന് ലോകത്തിലുള്ള മതഗ്രന്ഥങ്ങളെല്ലാം ഒന്ന് ഓടിച്ചു നോക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ പഠന വിഷയമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഖുറാനിൽ നിന്ന് കോട്ടിയും, ഗീതയിൽ നിന്ന് കോട്ടിയും, പുരാണങ്ങളിൽ നിന്ന് കോട്ടിയും, ഉപനിഷത്തിൽ നിന്ന് കോട്ടിയും, ബൈബിളിൽ നിന്ന് കോട്ടിയും, ചിലപ്പോൾ തൽമൂദിൽ നിന്ന് കോട്ടിയും, ചിലപ്പോൾ ത്രിപിതകയിൽ നിന്ന് കോട്ടിയും, ചിലപ്പോൾ എന്തിനേറെ തിരുക്കുറളിന് വരെ ഞാൻ കോട്ട് ചെയ്തെന്ന് വരും. അപ്പൊ ഇതൊക്കെ കോട്ട് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഒരു മതത്തെ ഉയർത്താനോ ഒരു മതത്തെ താഴ്ത്താനോ എല്ലാം ഒന്നാണെന്ന് പഠിപ്പിക്കാനോ അല്ല. മറിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ ഏത് മതക്കാരൻ ഇരുന്നാലും അവന് ബുദ്ധിമുട്ടില്ലാതെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അവന്റെ മതം പഠിപ്പിക്കുന്നത് അവൻ ഇഷ്ടം കൂടും. ഇപ്പൊ ഞാൻ അസ്ലാം വലൈക്കും മാത്രം പഠിപ്പിച്ചാൽ ചിലപ്പോൾ ഹിന്ദുക്കൾ കോപിക്കും. ഓം ശാന്തി പഠിപ്പിച്ചാൽ അവർ കോപിക്കുവോ? കോപിക്കില്ല. അതിനു വേണ്ടിയാന്ന് മാത്രം. ഹലോ പോരാ. ഹലോ. യെസ്. ഇതിൽ ഞാൻ നിങ്ങളോട് ഫെയിലിയറിനെ കുറിച്ച് പറയണമോ സക്സസിനെ കുറിച്ച് പറയണമോ? ഉറക്കെ പറയാൻ. അതാണ് നിങ്ങളുടെ പരാജയത്തിന്റെ ആദ്യ കാരണം. യെസ്, നിങ്ങൾ സക്സസിനെ കുറിച്ച് മാത്രം പഠിക്കുന്നതാണ് പരാജയത്തിന്റെ ആദ്യ കാരണം. അമ്പലത്തിനകത്തും പള്ളിയിലും മസ്ജിദിലും ദൈവത്തെ കുറിച്ച് മാത്രം പറയുന്നത് കൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പിശാച് കയറുന്നത്. പള്ളിക്കകത്ത് പിശാചിനെ കുറിച്ച് പറഞ്ഞു തരണം. സത്യം പറയണം. പിശാചിന്റെ സൂത്രങ്ങൾ അറിയാത്തവനാണ് അതിൽ പെട്ടുപോണെന്ന്. മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? ഒരു വിശുദ്ധൻ പ്രാർത്ഥിച്ചത് ഞാനൊരു കത്തോലിക്ക പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെ: ദൈവമേ, എന്റെ മിത്രങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, ശത്രുക്കളെ ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ?
അപ്പൊ ഒരാൾ ചോദിച്ചു, അതെന്താണ് നീ അങ്ങനെ പ്രാർത്ഥിച്ചെന്ന്? അപ്പൊ ഇവൻ പറയാം, മിത്രങ്ങൾ ചതിച്ചാൽ അറിയത്തില്ല, ശത്രു വരുമ്പോഴേ അറിയാവല്ല ചതിക്കാനാന്ന്, ഞാൻ അവനിട്ട് പണി കൊടുത്തോളൂന്ന്. ഹലോ, അപ്പൊ നിങ്ങൾ പറ, നിങ്ങൾക്ക് സക്സസിനെ കുറിച്ച് പഠിക്കണോ ഫെയിലിയറിനെ കുറിച്ച് പഠിക്കണോ? ഫെയിലിയറിനെ കുറിച്ച് ആദ്യം പഠിക്കണം. ഫെയിലിയർ എന്താന്ന് പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി ആര് വരും? അല്ലാതെ വെറും സക്സസ് പഠിച്ചുകൊണ്ട് പോയോ ഫെയിലിയർ കൂടെ വരുന്നത് ആരറിയില്ല? അറിയില്ല. ഹലോ ഹലോ, ഇതെനിക്ക് തോന്നുന്നത് ഏതോ ഒരു മതപുസ്തകത്തിൽ ഞാൻ വായിച്ച കാര്യം, ദൈവത്തെ കാണാൻ വേണ്ടി മാലാക്കമാര് ചെന്ന് കൂട്ടത്തിൽ സാത്താനും ഉണ്ടായിരുന്നെന്ന്. ദൈവം സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്നാടാ വരുന്നത്? അപ്പൊ മാലാക്കമാർ, അത് ശരി, ഇവൻ സാത്താനായിരുന്നു എന്ന് അവർക്കറിയില്ലെന്ന്. ഇവനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഒന്നും കൂടെ നിങ്ങളുടെ ശ്രദ്ധ വരാൻ, കൈ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഉയർത്തി പിടിക്കാവോ? രണ്ട് കൈയും, രണ്ട് കൈയും. കൈമുട്ടിന് വല്ല അസുഖം ഉണ്ടോന്ന് ചെമ്മന്നൂർ കണ്ടോട്ടെ. ഇങ്ങനെ ഒന്ന് വീശാവോ കൈ? കുറച്ച് സ്പീഡായിട്ട്, കുറച്ചും കൂടെ സ്പീഡായിട്ട്. വിവാഹമോചനം സൂക്ഷിക്കണേ. കൈ ഇങ്ങനെ ഒന്ന് വീശാവോ? ആരെയും തല്ലരുത് കേട്ടാ. ഒരു വെടിക്കെട്ട് കൈയിട്ട് ഒന്ന് പാസ്സാക്കിയാലോ? ഓക്കെ. ഒരു പരീക്ഷയിൽ തോറ്റുപോയ കൊച്ചിനോട് നീ എന്തുകൊണ്ടാ തോറ്റുപോയെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ മറുപടിയാണ്, ഐ വാസ് ആബ്സെന്റ് മൈൻഡഡ്. ഒന്ന് ഉറക്കെ പറഞ്ഞ, ഐ വാസ്. ഇതാണ് പരാജയത്തിന്റെ ആദ്യ കാരണം. ഞാൻ പരാജയം പഠിപ്പിക്കണേ. എന്താ ഈ ആബ്സെന്റ് മൈൻഡ് എന്ന് പറഞ്ഞാൽ? രാവിലെ ന്യൂസ് പേപ്പർ ഒറ്റ പ്രാവശ്യം വായിച്ചപ്പോൾ ചേട്ടൻ എല്ലാ കാര്യവും പെട്ടെന്ന് തലക്കേറി. പ്രധാനപ്പെട്ട ന്യൂസ് ഒക്കെ തലക്കേറി. കയറിയോ ഇല്ലയോ? കയറി. എന്നാൽ ചേട്ടൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാഠപുസ്തകത്തിൽ ഒരു പാരഗ്രാഫ് 25 പ്രാവശ്യം വായിച്ചിട്ട് തലക്ക് കയറിയോ? കയറിയിരുന്ന. എന്നിട്ടാ പിന്നെ ഇവിടെ ഇരിക്കേണ്ടി വന്നത്. IAS ഓഫീസർ ആവണ്ടായിരുന്നില്ലേ? എന്താ ഇങ്ങനൊക്കെ ഡയലോഗ് അടിക്കണേ? ഹലോ ഹലോ, എന്താ കാര്യം എന്നറിയോ? ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ മനസ്സ് ന്യൂസ് പേപ്പറിൽ, പാഠപുസ്തകം വായിച്ചപ്പോൾ മനസ്സ് പ്രേമിക്കുന്ന പെണ്ണിന്റെ കൂടെ കറങ്ങാൻ പോയി. ഒറ്റ ചോദ്യം. ഇന്ന് ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, എന്നെ നോക്കുന്നു. പക്ഷെ നിങ്ങളുടെ മനസ്സ് റെയിൽവേ സ്റ്റേഷനിൽ ക്യൂ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ദീപാവലിക്ക് ഗോവയിലേക്ക് പോയിട്ട് വരുന്നു. ഞാൻ ഈ പറഞ്ഞ ക്ലാസ് മൊത്തം വേസ്റ്റ് ആവോ ഇല്ലയോ? നിങ്ങളുടെ സമയം വേസ്റ്റ്, എൻ്റെ സമയം വേസ്റ്റ്. പള്ളിയിൽ അങ്ങനെയല്ല സംഭവിക്കാറ്. കുർബാനക്ക് പോയി നിന്ന് കുർബാന കഴിഞ്ഞു, ഇനി എല്ലാവർക്കും പോകാമെന്ന് പറയുമ്പോൾ ഇറങ്ങി ഓടുക. അമ്പലത്തിൽ ഓം ശാന്തി 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 എന്ന് കേൾക്കുമ്പോൾ ഇറങ്ങി ഓടുക. എന്താ നടന്നത്? എന്തൊക്കെയോ നടന്നു, ഞാൻ പോയി, ഞാൻ വന്നു. എന്തെങ്കിലും മനസ്സിലാവാറുണ്ടോ? ഇതിൻ്റെ കുഴപ്പമാണ് ആബ്സെന്റ് മൈൻഡ്. ഒന്ന് ഉറക്കെ പറഞ്ഞ്, എന്ത്? ഇന്ന് ഈ സൂര്യ ഹോട്ടലിൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് പുറത്തു പോരുത്, ഇവിടെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം നിങ്ങളുടെ മനസ്സ് ആബ്സെന്റ് ആവാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു ഹലോ പറയും. നിങ്ങളപ്പോൾ ഉറക്കെ ഹായ് പറയണം. ഓക്കെ, ഹലോ. അപ്പം നിങ്ങളുടെ മനസ്സ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോൾ ഉറപ്പാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം. ഹൃദയത്തിന് അറബിയിൽ പറയുന്നൊരു വാക്കാണ് കൽബ്. ഒന്നുറക്കെ പറഞ്ഞേ. കൽബ് എന്ന വാക്കിന്റെ അർത്ഥം മാറുന്ന സാധനം. ഒന്നുറക്കെ പറഞ്ഞേ. കുരങ്ങിനെ പോലെ ഒരു കമ്പയിൽ ഒരു കമ്പയിൽ ചാടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് മനസ്സ്. നിങ്ങളുടെ ആരുടെങ്കിലും മനസ്സ് 1 മണിക്കൂർ കണ്ടിന്യൂസ് ഒരു സ്ഥലത്ത് ഇരിക്കുവോ? 5 മിനിറ്റ് ഇരിക്കുവോ? 1 മിനിറ്റ് ഇരിക്കുവോ? പിന്നെയാണ് ഈ ദിവസം മുഴുവൻ സൂര്യ ഹോട്ടലിൽ ഇരിക്കാൻ പോണതല്ലേ? ശ്രമിക്കണം. ഞാൻ നോക്കട്ടെ. അടുത്തത്, പ്രശ്നങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ അലക്കിക്കുന്ന കാരണം. പ്രശ്നങ്ങൾ. ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, മൂക്കിലൊരു കുരു ഉണ്ടായാൽ കൈ എങ്ങോട്ട് പോവും? ഒന്ന് പറ. നിങ്ങൾക്കൊരു പ്രശ്നം എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിടക്കിടക്ക് അങ്ങോട്ട് പോവും. ഉറക്കെ പറ, എങ്ങോട്ട് പോവും? പക്ഷെ പ്രശ്നങ്ങളിലേക്ക് നോക്കുന്നവൻ ഒരിക്കലും കോൺസെൻട്രേഷൻ കിട്ടില്ല. നിങ്ങൾ നോക്കാൻ പാടില്ല. ഞാൻ മാതാ അമൃതാനന്ദമായി ദേവി എഴുതിയ ഒരു പുസ്തകത്തിനകത്ത് വായിച്ചൊരു കഥ ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞ കഥയാണ്. അവർ പറഞ്ഞ കഥ ഇങ്ങനെയാണ്. ഒരാള് അമ്പെയ്ത്ത് വിദ്യയിൽ കേരളത്തിൽ ഫസ്റ്റ് മേടിച്ച്, ഇന്ത്യയിൽ ഫസ്റ്റ് മേടിച്ച്, ഇന്റർനാഷണൽ ലെവലിൽ ഫസ്റ്റ് മേടിച്ചു. സൈലൻസ് പ്ലീസ്. അറിയില്ലെങ്കിൽ ഇട്ട് തരും. ഓക്കെ, ഹലോ. ഓക്കെ, ഹലോ. അപ്പൊ ഇന്റർനാഷണൽ ലെവൽ അവൻ അമ്പെയ്ത്ത് വിദ്യയിൽ എന്ത് മേടിച്ചു? ഉറക്കെ പറ. അപ്പൊ അവൻ അഹങ്കാരം ഉണ്ടാവൂല്ലോ? അവൻ അഹങ്കരിച്ചിങ്ങനെ സംസാരിച്ച പൊരുത്തം പറഞ്ഞടേ, നീ വലിയ അഹങ്കാരമൊന്നും വേണ്ട, നീ അത്ര വലിയ മിടുക്കനാണെങ്കിൽ എന്റെ ഗുരുവിനെ തോപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ തോപ്പിച്ചേരാടാ, അമേരിക്ക പോയിട്ട് ജയിച്ച എന്നോടാണോ നിന്റെ ഗുരു എന്ന് പറഞ്ഞു. ഇവൻ ഗുരുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ മുറുക്കി തുപ്പി ഇങ്ങനെ ഇരിക്കുക. ഇവൻ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് അഹങ്കാരം പറയാൻ തുടങ്ങി. ഞാൻ കേരളത്തിൽ ഫസ്റ്റ് ആയിരുന്നു, ഇന്ത്യയിൽ ഫസ്റ്റ് ആയിരുന്നു, അമേരിക്കയിൽ ഫസ്റ്റ് മേടിച്ച്, ഇന്റർനാഷണൽ UN വരെ പോയിട്ട് ഞാൻ അങ്ങനെയായോടെ ആനയായ കുതിരയായി. കിളവൻ ഇതെല്ലാം കേട്ടിരുന്നിട്ട്, മോനെ നമുക്കൊന്ന് നടക്കാൻ പോവാം. കിളവൻ അമ്പും എടുത്ത് വില്ലും എടുത്ത് നടന്നു. മോനോട് പറഞ്ഞു, നീയും വാടാ, അമ്പും വില്ലും എടുത്തോളാൻ പറഞ്ഞു. നടന്നു. ഒരു മലയിൽ നിന്ന് വേറൊരു മലയിലേക്ക് വലിയൊരു തൂക്കുപാലം. ഉറക്കപ്പറ, എന്ത് പാലം? ഈ വയസ്സിന് തൂക്കുപാലത്ത് കൂടി ഇങ്ങനെ നടന്നു. പാലം ആടാൻ തുടങ്ങി. ചെറുപ്പക്കാരനും നടന്നു. ആടി 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 പാലത്തിന്റെ നടുവ് ചെന്നപ്പോ പാലം നാടുന്നു. ഈ കിളവൻ നോക്കിയിട്ടടാ മോനെ, അവിടെ നീ ഒരു മാങ്ങ ഉണ്ടോടാ? ഞങ്ങ് വിട്ടു. മാങ്ങ താഴെ വീണു. ആര്? കിളവൻ. ഇവനോട് പറഞ്ഞു, നീയും കൊടുക്കടാ, അപ്പുറത്തൊരു മാങ്ങ ഉണ്ട്, വീഴ്ത്തടാ. നീ വലിയ വിദ്വാനല്ലേ, വീഴ്ത്താൻ പറഞ്ഞു. ഇവൻ മാങ്ങയിൽ നോക്കി.
അപ്പൊ ഇതിങ്ങനെ കുലുങ്ങുന്നു. അപ്പൊ ഇങ്ങോട്ട് നോക്കി, മാവിൽ നോക്കി, ഇങ്ങോട്ട് നോക്കി. ഈ ബാലൻസ് നിൽക്കണ്ടേ, മാവിൽ നോക്കി ഇങ്ങോട്ട് മാങ്ങ കിട്ടിയില്ല. ഈ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് മേടിച്ചോ മുട്ടുകാലിൽ നിന്നിട്ട് എന്താ ഗുരു ഇതിന്റെ വിദ്യ എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞേ, നീ നോക്കിയത്, നീ ഉന്നം വെച്ചത് മാങ്ങയെ, പക്ഷെ ശ്രദ്ധിച്ചത് ആടുന്ന പാലത്തെ. മനസ്സിലായോ നിങ്ങൾക്ക്? ഉന്നവും ശ്രദ്ധയും ആരുടെ മേളിൽ വരണം? ഉറക്കെ പറയാൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എൻ്റെ ക്ലാസ്സിനെ, പക്ഷെ ഉന്നം വെക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെ. നാളെ 50,000 രൂപ ഉണ്ടാക്കാൻ ചെമ്മന്നൂർ എന്ത് തരും എന്നായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് വേസ്റ്റ് ആയി പോകുന്നു. ഉന്നവും ശ്രദ്ധ ഇങ്ങോട്ട് തരാൻ തന്നേക്കാവോ? എന്നാ ഒന്ന് ഉറക്കെ പറഞ്ഞ ഹലോ. കുറച്ചും കൂടെ ഉറക്കെ ഹലോ. അടുത്തത്, നിങ്ങൾ പരാജയപ്പെടുന്നതിന്റെ വേറൊരു കാരണം പരിസരബോധമില്ലായിക. ഒന്നുറക്കെ പറഞ്ഞ എന്താ? നിങ്ങൾക്ക് പരിസരബോധം ഉണ്ടോന്ന് ഞാൻ ഇപ്പം നോക്കാം. എന്നെ തന്നെ ഒന്ന് നോക്കിയേ. ഞാൻ പറയാതെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല, എന്നെ തന്നെ നോക്കണം. ഓക്കെ? നിങ്ങളുടെ വലത്തും ഇടത്തും ഇട്ടിരിക്കുന്ന ആൾ ധരിച്ച വസ്ത്രത്തിന്റെ കളർ ഏത്? അവന് മീശ ഉണ്ടോ ഇല്ലയോ? കണ്ണട ഉണ്ടോ ഇല്ലയോ? പെട്ടെന്ന് പറ. നിങ്ങൾ ചേട്ടാനിയന്മാരാ? വന്നപ്പോ പരിചയപ്പെട്ടത് കൊണ്ട് ഒരു ഓർമ്മയുണ്ട്. ബാക്കി എല്ലാവരും ഇങ്ങനെ തുറിച്ചു നോക്കുന്നു. ഇവൻ എന്താ ചോദിക്കുന്നത്? ഞാൻ അവന്റെ മീശ കണ്ടില്ലല്ലോ. ചോദ്യം, നിങ്ങളുടെ പോക്കറ്റിലുള്ള പേഴ്സിൽ നിന്ന് അടിച്ചു മാറ്റിയാൽ ആരടിച്ചു മാറ്റിയെന്ന് എങ്ങനെ നിങ്ങൾ കണ്ടെത്തും? പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അടുത്തിരുന്നവന്റെ മുഖം ഓർമ്മയുണ്ടോ? ഇല്ല, പൊളിഞ്ഞില്ലേ. ഹലോ. ഒരു ഡോക്ടർ കുറച്ച് സ്റ്റുഡൻസിന് ക്ലാസ് കൊടുക്കാൻ വേണ്ടി വിളിച്ചിരുത്തി. ഈ ഡോക്ടർ 10-20 പിള്ളേർ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യുന്നറിയോ? ഒരു 40 മാസം പഴക്കമുള്ള മൂത്രം എടുത്തുകൊണ്ട് വന്നു. അത് ക്ലാസ്സിൽ കണ്ടതും എല്ലാവരും നോക്കി എന്ന് പറഞ്ഞു. ഡോക്ടർ എന്നാ ചെയ്തെന്നറിയോ? അതിനകത്ത് വിരലിട്ട് നക്കി. ഡോക്ടർ ആവണമെങ്കിൽ ഇത് വിരലിട്ട് നക്കണമെന്ന് പറഞ്ഞു. പിള്ളേരെല്ലാം കൂടെ സമരം വെച്ചു, ഭയങ്കര കൊടി വീഴ്ത്തി. എന്നാലും അവസാനം നോക്കാന്നും പറഞ്ഞു അവർ വന്നു, തൊട്ട് നക്കി, ഛർദ്ദിച്ച് വീണു. തൊട്ട് നക്കി ബോധം കിട്ടും, വന്നു മണത്തു ബോധം കിട്ടും. അവസാനം എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ വീട്ടിൽ പൊക്കോ, നിങ്ങൾ ആരും ഡോക്ടർ ആവണ്ടെന്ന് പറഞ്ഞു. പിള്ളേർ സമരം വെച്ചു, മദർ ഹോസ്പിറ്റൽ പോലെ സമരം വെച്ചു. സമരം വെച്ചിട്ട് പിള്ളേർ പറഞ്ഞു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഡോക്ടർ ആവാൻ അർഹതയില്ലെന്ന് ഡോക്ടർ പറയണം എന്ന് പറഞ്ഞു. ഡോക്ടർ മൈക്കൊക്കെ എടുത്ത് നിന്നിട്ട് പറഞ്ഞു, ദേ, ഞാൻ മൂത്രവെള്ളം കൊണ്ടുവന്നത് സത്യം, നാറ്റമുണ്ടായിരുന്നത് സത്യം, പക്ഷെ ഞാൻ ഈ വിരലാണ് അതിൽ മുക്കിയത്, എന്നിട്ട് ഈ വിരലാണ് നക്കിയത്. നിങ്ങളെല്ലാവരും ഈ വിരൽ മുക്കി ഈ വിരൽ നക്കി. പരിസരബോധം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കില്ല. നാളെ നിങ്ങൾ ഒരു സ്ത്രീയെ ഓപ്പറേഷൻ ചെയ്യും, കൊച്ചിനെ പുറത്തെടുക്കും, കത്രിക അകത്ത് വെക്കും, തുന്നിക്കെട്ടിയിട്ട് വീട്ടിൽ പറഞ്ഞു വിടും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി, എവിടെയൊക്കെയോ പരിസരബോധം ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹലോ, കുറച്ചുറക്കെ ഹലോ. അതുകൊണ്ട് പരിസരബോധം ഉണ്ടാവണം. അടുത്തത് ബി അലേർട്ട്. എന്താ അതിന് പറയാന്ന് എനിക്ക് മലയാളത്തിൽ ഭയങ്കര കഷ്ടപ്പെടാം. അതായത് റിലാക്സ് ആൻഡ് അലേർട്ട്, ഇങ്ങനെ 2 വാക്കുകളാണ് പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും റിലാക്സ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ അലേർട്ട് ആവാൻ ആർക്കും ഇഷ്ടമല്ല. ബോധം ഉണ്ടാവുക എന്ന് പറയാം. അങ്ങനെയാ. ഞാൻ ഒരു കഥ പറയാം, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. കഥകളാണല്ലോ എല്ലാത്തിനും നല്ലത്. കഥ ഇഷ്ടമാണോ? ഹലോ ഹലോ. ഒരുത്തൻ കാർ ഓടിച്ച് ഇങ്ങനെ പോവാ, പെട്ടെന്ന് നൊച്ച വന്നു, കാറ് പാളി. അവൻ ഒതുക്കി നിർത്തി നോക്കിയപ്പോ ടയർ പഞ്ചറ്. ഇവൻ കാർ അവിടെ നിർത്തി, പുറകിൽ നിന്ന് ജാക്കി എടുത്തു, പൊക്കി, പിന്നെ ഇത് ടയർ ഊരി, നട്ടും ബോൾട്ട് ഊരി വെച്ചു. ബാക്കിൽ നിന്ന് ഡിക്കിയിൽ നിന്ന് അവൻ സ്റ്റെപ്പിന് കൊണ്ടുവന്നു, തള്ളിക്കയറ്റി നെട്ട് ബോൾട്ട് നോക്കിയപ്പോൾ കാണാനില്ല. അതെല്ലാം കൂടെ ഉരുണ്ട് തൊട്ടടുത്തുള്ള കൊക്കയിലേക്ക് പോയി. ആ ധൃതിയിൽ അവനത് മറന്നുപോയി. പരിസരബോധം, അലേർട്ട് അല്ല അവൻ. ഹലോ, ഉറക്കെ പറ ഹലോ. അവസാനം ഇവൻ ഇനി എന്ത് ചെയ്യും? നെട്ടിൽ ദൈവമേ, ഇവനാകെ പുകഞ്ഞിരിക്കെ അപ്പുറത്തു നിന്ന് ഒരാൾ ചേട്ടോ ചേട്ടോ എന്ന് വിളിക്കുന്നു. നോക്കിയപ്പോ മാനസിക ഹോസ്പിറ്റല്. ആ വിളിക്കുന്നവൻ ഒരു മാനസിക രോഗി. എന്താടാന്ന് ചോദിച്ചു. ഇവൻ ഇവനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ മാനസികരോട് സംസാരിക്കാനും കിന്നരിക്കാനും എന്താടാന്ന് ചോദിച്ചു. ചേട്ടൻ വിഷമിക്കണ്ട, ബാക്കി 3 ടയറില്ലേ, ഓരോ ടയറിൽ നിന്ന് ഓരോ നെട്ട് ഊരി എടുക്കാൻ പറഞ്ഞു. മനസ്സിലായോ? ഓരോ ടയറിൽ നിന്ന്. അപ്പൊ എത്ര എണ്ണായി എന്ന് ചോദിച്ചു. 3 എണ്ണായി. അപ്പൊ 4 ടയറിന് 3 നെട്ട് മതി, ഇട്ടിട്ട് വണ്ടി എടുത്ത് കൊള്ളാൻ പറഞ്ഞു. അപ്പൊ ഇവനൊന്നും കൂടെ നോക്കി, നീ മാനസിക രോഗി, ഇത് മാനസിക ഹോസ്പിറ്റല്, നിനക്ക് ഇത്ര ബോധോ? അവൻ ചോദിച്ചു, മാനസിക രോഗിയായി നിനക്ക് ഇത്ര ബോധം എന്ന് ചോദിച്ചപ്പോ അവൻ ഇയാളെ തിരിഞ്ഞു നോക്കി, ഡേ, ഞാൻ മാനസിക ഹോസ്പിറ്റലിൽ വരാൻ കാരണം എനിക്ക് മാനസിക രോഗമായതുകൊണ്ടാ, അല്ലാതെ തന്നെ പോലെ ബോധം ഇല്ലാത്തത് കൊണ്ടല്ല എന്ന്. ചില മാനസിക രോഗികൾക്ക് പോലും ബോധം ഉണ്ടാവും, നമുക്കതില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, കുറച്ച് ബോധത്തോടെ ജീവിക്കാൻ പഠിക്കണം പ്ലീസ്. ഹലോ, കുറച്ച് ഉറക്കെ ഹലോ. അപ്പൊ
ഫെയിലിയറിനെ കുറിച്ചാണ്. ഫെയിലിയർ വരാനുള്ള ചില കാരണങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ 4 കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചവർക്ക് കാര്യം മനസ്സിലാവും. അവസാനം ഞാനത് കൺക്ലൂഡ് ചെയ്തു തരാം. ശ്രദ്ധ വരാൻ വേണ്ടി ഒന്നും കൂടി ഒരു വെടിക്കെട്ട് കൈയ്യടി ഒന്ന് പാസ്സാക്കിയാലോ? പോരല്ലോ? പോരാ, വെടിക്കെട്ട്. ഓക്കെ, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതാണ്, ബി സക്സസ്ഫുൾ. നിങ്ങൾ ഓരോരുത്തരും വിജയിക്കണം. ഒന്ന് ഉറക്കെ പറഞ്ഞ ബി സക്സസ്ഫുൾ. ഒന്ന് ഉറക്കെ പറഞ്ഞ ബി സക്സസ്ഫുൾ. ഇടത്തും വലത്തുള്ളവർക്ക് കൈ കൊടുത്തിട്ടൊന്ന് പറഞ്ഞ ബി സക്സസ്ഫുൾ. ബി സക്സസ്ഫുൾ. ഹലോ ഹലോ, ബി സക്സസ്ഫുൾ. സക്സസ് വേണോ വേണ്ടിയോ? പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ ഈ സക്സസ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ സക്സസ് വേണമെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് സക്സസ് വേണോ വേണ്ടിയോ? എന്താ സാധനം? എന്താ പറയാ? അത് ശരി, അറിയാത്ത സാധനം വേണമെന്നാ? അത് ആദ്യം അറിയണല്ലോ. സക്സസ് വേണമെങ്കിൽ അത് ആദ്യം അറിയണം. എന്താ സക്സസ്? മലയാളം വിജയം. വിജയിക്കാന്ന് പറഞ്ഞാൽ ചേട്ടന് വിജയം വേണമെന്ന് ചോദിച്ചേ. എന്താ വിജയം? ജീവിത വിജയം. എന്താ സാധനം എന്നാ ചോദിക്കണേ? എന്താ സാധനം എന്ന് വെച്ചാൽ അനുഭവിക്കുക. എന്തനുഭവിക്കാൻ? വിജയം അനുഭവിക്കുക. എന്റെ പൊന്നു ചേട്ടാ, ഈ വിജയം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ഡെഫിനിഷൻ തരാൻ. ഡെഫിനിഷൻ ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് പറ ചേച്ചി. ആഗ്രഹിക്കുന്നത് നേടുന്നതാണ് വിജയം. അപ്പൊ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചു, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റി, അപ്പൊ ഞാൻ വിജയിച്ചു അല്ലേ? വിജയിച്ചു, ആ വിഷയത്തിൽ വിജയിച്ചു. ഓക്കെ, എന്താ ഏട്ടാ? നല്ല കാര്യങ്ങൾ ആഗ്രഹിച്ച് നേടുന്നതാണ് വിജയം. നീ നന്നായിട്ട് പറഞ്ഞല്ലോ. അവനത് കറക്റ്റായിട്ട് പറഞ്ഞു. അവന് വിജയം എന്ന് പറഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടാവണം, വേറെ ഒരു കാര്യമില്ല. എനിക്കിഷ്ടായി. എന്താ പേരെന്താ? ഗിഫ്റ്റിൽ എണ്ണീട്ടുണ്ട്. ഇനിയുള്ള ചോദ്യങ്ങൾക്കും കറക്റ്റ് മറുപടി പറഞ്ഞ ഗിഫ്റ്റ് ഉറപ്പാ. ബെന്നി എന്നല്ലേ പേര് പറഞ്ഞേ? ഓക്കെ. ഹലോ, കുറച്ച് ഉറക്കെ പറഞ്ഞ ഹലോ. ഞാൻ ആദ്യമായിട്ട് സക്സസ് കേൾക്കുന്നത് ചവടക്കിന് പോയപ്പോഴാണ്. ഒരു വയസ്സായ മനുഷ്യൻ ചത്തി കിടക്കുന്ന, അയാൾ അടക്കുന്നതിന് മുമ്പ് ഒരു MLA പ്രസംഗിച്ചു, അവൻ ജീവിത വിജയമായിരുന്നു എന്ന്. ഞാൻ MLA തോണ്ടിയിട്ട് ചത്ത് മൂക്ക് പഞ്ഞു വെച്ച് കിടന്നു കഴിഞ്ഞാൽ വിജയിക്കുമല്ലേ? അപ്പം MLA പറഞ്ഞു, എടാ അയാൾ 100 വർഷം ജീവിച്ചിട്ട് ഒരിക്കലും മരുന്നെടുത്തിട്ടില്ല, ഒരിക്കലും ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല, 1 രൂപ കടബാധ്യതയില്ല, നല്ല ഭാര്യയും മക്കളും, സമൂഹത്തിൽ എല്ലാവരും ബഹുമാനിക്കും, അയാൾ നല്ല മനുഷ്യനായിരുന്നു, നാട്ടുകാർ അയാളെ വല്ലാതെ ബഹുമാനിക്കും, ആവശ്യത്തിലധികം കാശുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ദീർഘായുസ് കിട്ടി, നല്ല കുടുംബമുണ്ട്. ഇതൊക്കെ ചേർന്ന് ഒരാളെ പിന്നെ വിജയി എന്നല്ലാതെ എന്താ വിളിക്കണ്ടായിരുന്നു? നമ്മുടെ കുഴപ്പമെന്നറിയോ? പണമുള്ളവൻ വിജയാന്ന്. കഞ്ഞി കുടിക്കാൻ പറ്റില്ലെങ്കിലോ? പണമുണ്ട്, കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, അന്ധവാദം, ഇന്തവാദം എല്ലാ വാദവും കൂടെ, അതുകൊണ്ട് അവസാനം ഗോതമ്പ് കഞ്ഞി കുടിക്കണം, അവൻ വിജയിയാണ്. ഓക്കെ, നല്ല പണമുണ്ട്, പക്ഷെ ഭാര്യ അവനായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ട് ഇതേ കൂടില്ലാത്ത പക്ഷിയെ പോലെ ഇങ്ങനെ നാട് മുഴുവനും പെണ്ണുങ്ങളുടെ അലഞ്ഞു നടക്കാണ്, അവൻ വിജയാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഏതർത്ഥത്തിലാണ് പറ്റൂ? വിജയി എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ 5 കാര്യങ്ങളും വേണം. ഏതൊക്കെയാ? ആരോഗ്യം, ദീർഘായുസ്, നല്ല കുടുംബം, സമൂഹത്തിൽ മാന്യത, ആവശ്യത്തിലധികം സമ്പത്ത്. ഇത്രയും കാര്യങ്ങൾ ഒരുത്തനിൽ വരുമ്പോൾ നമ്മൾ അവനെ എന്ത് വിളിക്കണം? ചോദ്യം, നിങ്ങൾക്ക് ഇതൊക്കെ വേണോ? ഉറക്കെ പറ. ഇതെല്ലാം വരുമ്പോഴാണ് ഡെന്നി പറഞ്ഞ സാധനം ഉണ്ടാകുക, സമാധാനം. ഉറക്കെ പറ. ഇതിലേതെങ്കിലും ഒന്ന് കുറയുമ്പോൾ ബാക്കിയൊക്കെ ഉണ്ട്, പക്ഷെ എന്തുണ്ടാവില്ല? ഇതെല്ലാം വരുമ്പോൾ സമാധാനം.